ചിന്തിക്കും ഞാനൊക്കെ പഠിച്ചപ്പോ എങ്ങനെയെങ്കിലും ഈ തലവേദന നമ്മള് എഴുന്നേക്കുന്നത് തന്നെ സ്കൂളിൽ പോകണം. ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ അവര് നമ്മളോട് പറയും. അതുകൊണ്ട് തന്നെ കുട്ടികളത് ഒരുപാട് ഇഷ്ടപ്പെട്ടാ പോണത്, നമ്മളെ പോലെ കഷ്ടപ്പെട്ടല്ല. ഞാൻ ഇപ്പൊ വിചാരിക്കുന്നത് എനിക്കും കുഞ്ഞിലെ അതുപോലൊരു എഡ്യൂക്കേഷൻ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി എൻ്റെ ഇത് ബെറ്റർ ആക്കായിരുന്നു. ആ ഒരു ഫീലിംഗ് ഒക്കെ തോന്നുന്നത് ശരിക്കും എൻ്റെ മോൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴാണ്. ആ ഒരു ഫെസിലിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാരൻസും ഭയങ്കര ഹാപ്പിയാണ്. ഇന്നത്തെ ഇപ്പം എന്നെ സംബന്ധിച്ച് പുതിയ അമ്മമാർ പ്രിഫർ ചെയ്യുന്നതും ഇതാണ്. മോണ്ടിസോറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്കൂളിൽ കുട്ടീനെ ചേർക്കുക എന്നുള്ളതാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. ആസ് എ പാരന്റ് എന്ന നിലക്ക് പഴയ എഡ്യൂക്കേഷൻ രീതിയെ പറ്റിയിട്ടും ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ രീതിയെ പറ്റിയിട്ടുള്ള ഡിഫറൻസ് എന്താ ഫീൽ ചെയ്യുന്നത്? ഇപ്പം കുട്ടികളുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പാരൻസ് വളരെ തിങ്ക് ചെയ്തെടുക്കേണ്ട ഒരു തീരുമാനമാണ്. കാരണം അത് കുട്ടികളുടെ ഇപ്പം LKG UKG ഒക്കെ ആയിക്കോട്ടെ, കുട്ടികളുടെ ബേസാണത്, അവരുടെ ഫൗണ്ടേഷനാണ് അപ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ അപ്പോഴത്തെ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത് അവരുടെ ഭാവിയിൽ അവരുടെ വളർച്ചയിലും അവരുടെ ഗ്രോത്ത് ഫേസിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ആ ബേസിൽ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികൾക്ക്. അത് പാരൻസ് കറക്റ്റായിട്ട് തിങ്ക് ചെയ്ത് ചൂസ് ചെയ്തെടുക്കേണ്ട ഒരു തീരുമാനമാണ്. നമ്മളൊക്കെ പഠിച്ച സമയത്ത് എനിക്കൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മളോട് ഒരു 7 എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ടീച്ചേഴ്സ് എന്താ തരിക, 2 പേജ് നിറച്ചു എഴുതി കൊണ്ടുവരാൻ പറയും. അല്ലെങ്കിൽ B എഴുതാൻ പറഞ്ഞാൽ 2 പേജ് അടുപ്പിച്ച് B എഴുതി കൊണ്ടുവരും. നമുക്ക് സത്യം പറഞ്ഞാൽ എന്താണെന്നും കൂടി അറിയാൻ പാടില്ലാണ്ടായിരിക്കും നമ്മൾ ഒക്കെ എഴുതുന്നത്. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ മോനെയൊക്കെ സംബന്ധിച്ച് അവൻ വരുന്നത് ഇന്ന് ഹോംവർക്ക് ഉണ്ട് കേട്ടോ, നാളെ സ്കൂളില്ലേ, ഇന്ന് ഹോംവർക്ക് ഇല്ലേ, അങ്ങനെയാ ചോദിക്കുന്നത്. അപ്പം ഞാൻ ചിന്തിക്കും ഞാനൊക്കെ പഠിച്ചപ്പോ എങ്ങനെയെങ്കിലും ഈ തലവേദന നമ്മള് എഴുന്നേക്കുന്നത് തന്നെ സ്കൂളിൽ പോകണം. ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ അവര് നമ്മളോട് പറയും ഇന്ന് ഗ്രീൻ ഡേ ആണ് കേട്ടോ, ഇന്ന് റെഡ് ഡേ ആണ് കേട്ടോ, നമ്മൾ ഇന്ന് റെഡ് ഡ്രസ് ഇട്ടിട്ടാണ് പോകണം. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു ഹാപ്പിനെസ്സോടെയാണ് അവർ പോണത്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും നമ്മളൊക്കെ പഠിച്ച സമയത്ത് എന്താ രാവിലെ നിഹ പറഞ്ഞ രാവിലെ എണീക്കുക പോവുക എന്നും ഒരേ ഇത് തന്നെ കാണുക. പക്ഷെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ അങ്ങനെയല്ല, ആ സിസ്റ്റമേ മാറി. അതുകൊണ്ട് തന്നെ കുട്ടികളത് ഒരുപാട് ഇഷ്ടപ്പെട്ടാ പോണത്, നമ്മളെ പോലെ കഷ്ടപ്പെട്ടല്ല. നമ്മൾ അങ്ങനെയല്ലേ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ എൻ്റെ മോനെ ചേർത്തിരിക്കുന്ന മോണ്ടിസോറി ബേസ്ഡ് ആയൊരു സ്ഥലത്താണ് ചേർത്തിരിക്കുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സും ആ കുട്ടികളുടെ കൂടെ ഇരുന്ന് കുട്ടികളെ പോലെ തന്നെ ആകും. അത് നമുക്ക് വിസിബിളായിട്ട് നമുക്കത് കാണാൻ പറ്റും. നമ്മുടെ കൂടെ പോലും ഒരു ടീച്ചർ, നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് കുട്ടികളുണ്ട് ക്ലാസ്സിൽ, നമ്മുടെ അടുത്ത് ഒരു ടീച്ചർ വന്ന് തനിയെ വന്നിരുന്ന് സംസാരിക്കുമെങ്കിലും ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുമോ അങ്ങനെയൊന്നും എന്റെ ഇതില് ഞാൻ, അതായത് പാരന്റിങ് പോലെ തന്നെ ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ബോണ്ട് ശരിക്കും നമ്മളെങ്ങനെയാണോ മക്കളെ നോക്കുന്ന ആ ഒരു രീതിയിലാണ് അവരെ കെയർ ചെയ്യുന്നതും. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആവാം കുട്ടികൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിൽ പോകുന്നത്. അതായത് ജോലിയും പാരന്റിങ്ങും എല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ? ജോലി കഴിഞ്ഞ് ചെന്ന് ഹോംവർക്സും കാര്യങ്ങളും ആളെ പഠിപ്പിക്കുക എല്ലാം കൂടെ ഒരു ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? ഹോംവർക്സിന്റെ കാര്യമാണ് ഏറ്റവും ആശ്വാസം എന്ന് പറയുന്നത്. നമ്മളൊക്കെ പഠിച്ച സമയത്ത് നമുക്ക് 2-3 പേജ്, ഇപ്പം മാത്സ് ഒക്കെ ആണെങ്കിൽ ഒരു 5-6 പ്രോബ്ലംസ് അല്ലേ ഓർമ്മയില്ലേ, നമുക്കത് കംപ്ലീറ്റ് അല്ലേ മിസ്സുമാർ തരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. കൂടിപ്പോയി ഒരു 2 ലൈൻസ് എക്സ്ട്രാ എഴുതുക, അല്ലെങ്കിൽ ഒരു മാച്ച് ദ ഫോളോയിങ് മാച്ച് ചെയ്യുക. നമ്മൾ പറഞ്ഞു കൊടുക്കേ വേണ്ട, അവർ തന്നെ പറയുന്നത് ഇന്ന പേജാട്ടോ, ഇന്ന ഇതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അവർ തന്നെ സ്വയം ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്ത് അടച്ചു വെച്ച് അവരവരുടെ പാട്ടിന് പോകും. ആ ഒരു മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷനാണ് ശരിക്കും ഞാൻ ഇപ്പം വിചാരിക്കുന്നത് എനിക്കും കുഞ്ഞിലെ അതുപോലൊരു എഡ്യൂക്കേഷൻ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി എൻ്റെ ഇത് ബെറ്റർ ആക്കായിരുന്നു. ആ ഒരു ഫീലിംഗ് ഒക്കെ തോന്നുന്നത് ശരിക്കും എൻ്റെ മോൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴാണ്. ഇങ്ങനെ ഒരു മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ, അതായത് ഞാൻ പറഞ്ഞില്ലേ അവരുടെ ടീച്ചേഴ്സൊക്കെ മോണ്ടിസോറി ബേസ്ഡ് ആയ ആ ഒരു ഇത് പഠിച്ച ടീച്ചേഴ്സ്, അപ്പം അവർക്ക് എങ്ങനെയാണ് കുട്ടികളെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നല്ല രീതിക്ക് അറിയാം. കാരണം അവർ കുട്ടികളുടെ സൈക്കോളജിയും കൂടിയാണല്ലോ പഠിക്കുന്നത്. വെറും നമ്മളൊക്കെ പഠിച്ച സാധാ രീതിയിലുള്ള ഒരു ടീച്ചിങ് ആ ഒരു ഇതല്ല, അവര് കുട്ടികളുടെ മനസ്സറിഞ്ഞാണ് അവരെ പഠിപ്പിക്കുന്നത്. അതായത് ഇന്നത്തെ എഡ്യൂക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ഭാഗം കുട്ടികളുടെ സൈക്കോളജിയും കൂടെ മനസ്സിലാക്കി പഠിപ്പിക്കുന്ന രീതി ആയി മാറി ഇന്നത്തെ എഡ്യൂക്കേഷൻ. സത്യം, അത് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റും കൂടിയാണ് കേട്ടോ. കാരണം അവരുടെ ഇമോഷൻസ് അറിഞ്ഞ്, അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ്, പിന്നെ അവർക്ക് എന്താ ഇഷ്ടമല്ലാത്തത് അതൊക്കെ അറിഞ്ഞ് പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഹോംവർക്ക് എന്നൊന്നും ഒരിക്കലും കുട്ടികൾക്ക് ബാധ്യതയായിട്ടോ, അപ്പം എനിക്കാണെങ്കിൽ പോലും അത് നമ്മുടെയൊക്കെ ഉമ്മമാർ മോളെ ഒന്ന് ചെയ്യുന്ന പറഞ്ഞ കുറെ പുറകെ ആലോചിച്ച് നമ്മൾ സ്കൂളിൽ പോകാൻ മടിച്ചിരുന്ന സമയങ്ങൾ വരെ കള്ളപ്പനി, കള്ളവയറുവേദന, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും ഇല്ല. ഇന്ന് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇന്ന് സ്കൂളിൽ പോകണം,
ആ സ്കൂളിൽ പോകണം, അയ്യോ 2 day ഹോളിഡേ ആണ് എന്നാൽ അയ്യോ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഇതാണ്. അപ്പം ഞാനൊക്കെ ചിന്തിക്കും നമുക്കൊക്കെ ആ ഒരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷനൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നമുക്കും ഇതുപോലെ കാര്യങ്ങൾ ഇപ്പോഴത്തെ മെയിൻ പ്ലസ് പോയിന്റ് എന്താണെന്ന് അറിയോ, എല്ലാം ഇനീഷ്യേറ്റീവ് എടുത്ത് കുട്ടികൾ തന്നെ ചെയ്യും. നമുക്കൊക്കെ പണ്ട് എങ്ങനെ ആരെങ്കിലും നമ്മളെ തള്ളിവിടണം, അത് ചെയ്യുമോളെ അത് ചെയ്യുന്നും പറഞ്ഞ്. ഇപ്പം അങ്ങനെ എല്ലാവരും ഇനീഷ്യേറ്റീവ് എടുത്ത് വരികയാണ് പല കാര്യങ്ങളും. നമുക്ക് ഇന്നത് ചെയ്യാട്ടോ, എന്താണ് സ്കൂൾ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പം ഞാൻ യെല്ലോ ബോൾ ഉണ്ടാക്കാം, സ്മൈലി ബോൾ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞാൽ അവർ തന്നെ ഐഡിയാസ് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അത് ശരിക്കും അതൊരു ആ ഒരു എഡ്യൂക്കേഷൻ്റെ ഡിഫറൻസ് ആണ് അവിടെ വിസിബിൾ ആവുന്നത്. അപ്പൊ നമുക്ക് അവരുടെ ലൈഫിൽ കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ എഡ്യൂക്കേഷൻ രീതി തന്നെയാണല്ലേ? അത് ഡെഫിനറ്റ് ആയിട്ടും അതിന് യെസ് തന്നെയാണ് ആൻസർ. കാരണം വെറുതെ പുസ്തകം നോക്കി ഇരിക്കലല്ലോ പഠനം എന്ന് പറയണത്. അതിന് വേറെ പല കാര്യങ്ങളുണ്ട്. നമ്മൾ പല കാര്യങ്ങളും ഫീൽ ചെയ്ത് പലതിലൂടെയും കണ്ട് അങ്ങനെ വേണ്ടേ പഠിക്കാൻ. ആ ഒരു മെത്തേഡ് നോക്കുമ്പം ഇന്നത്തെ ഈ മോണ്ടിസോറി ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എപ്പോഴും നല്ലതാണ്. കാരണം അത് കുട്ടികളുടെ ഗ്രോത്തിനെ വളരെ സഹായിക്കും. അതായത് എൻവയോൺമെൻ്റൊക്കെ അറിഞ്ഞ് കുട്ടികൾക്ക് പഠിക്കാനുള്ള ആ ഒരു ഫെസിലിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാരൻസും ഭയങ്കര ഹാപ്പിയാണ്. ഇന്നത്തെ ഇപ്പം എന്നെ സംബന്ധിച്ച് പുതിയ അമ്മമാർ പ്രിഫർ ചെയ്യുന്നതും ഇതാണ്, മോണ്ടിസോറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്കൂളിൽ കുട്ടീനെ ചേർക്കുക എന്നുള്ളതാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. കാരണം പിന്നെ പാരൻസിനൊന്നും അറിയണ്ട, അവിടെ അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സും അവരുടെ സൈക്കോളജി വരെ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഒരു ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് ഈ മോഡേൺ എഡ്യൂക്കേഷൻ തന്നെയാണ്.